ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ അതൊക്കെ. ഇവിടെയൊക്കെ നല്ല രസമാട്ടോ, ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയതാണ്. ഈ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇത് കാണാം. ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് നടന്നു പോണേ. എവിടെയൊക്കെ ഇവർ വാങ്ങിച്ചിട്ടുണ്ട്, ചിപ്പി വാങ്ങിച്ചത് കഴിക്കാൻ തുടങ്ങി അല്ല. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ചെയ്യണോ? അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, കഴിക്കാൻ പോവാം. എങ്ങനെയുണ്ട് ചേട്ടനൊന്ന് കഴിച്ചു നോക്കി. കപ്പളങ്ങയാണ് ഇപ്പോൾ കഴിക്കണേ. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ടല്ലോ ഇതിനകത്ത്. നല്ലതാണോ? ഈ ഫ്രൂട്ട്സ് ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് ഒരു പ്ലേറ്റിന് 50 rupees ആണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചതായി കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇനി വീണ്ടും ഒരു മിനി ട്രെയിന് പോകണം എലിഫന്റ് കേവ്സ് കാണാനായിട്ട്. അപ്പൊ അതിന്റെ ടിക്കറ്റ് എടുക്കുന്നതൊക്കെ ഇവിടുന്ന് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ ആൾക്കാർ കുറേ പേര് പോയവരുണ്ട്, കുറച്ച് പേര് തിരിച്ചു വരുന്നുണ്ട്. നല്ല തിരക്കാണ്. നമ്മൾ വന്ന ഫെറി ബോട്ടൊക്കെ തിരിച്ചു പോയി. ഇവിടെ പേരയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്. പേരയ്ക്ക അവർ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. അടിപൊളി പേരയ്ക്ക. പിന്നെന്താ, മാങ്ങയും വാങ്ങിച്ചിട്ടില്ലായിരുന്നോ? എവിടെ മാങ്ങ? അതാ ഇവിടെ മാങ്ങ, പച്ചമാങ്ങ സ്ലൈസ് ആയിട്ട്. എനിക്ക് പച്ചമാങ്ങയും വേണമായിരുന്നു. അപ്പോൾ ആ ട്രെയിൻ വരാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ട്രെയിനിൻ്റെ റെയിലിങ്സൊക്കെ ഇവിടെ കാണാം. അങ്ങനെ ഇവിടെ വരെ ഇരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ ടിക്കറ്റ് എടുത്തു. വെയിലാ, നടന്നു പോകുമ്പോൾ വെയില്, ഒത്തിരി ദൂരം. നടന്നു പോകുന്നവരുണ്ട് കേട്ടോ, പിന്നെ ട്രെയിനും പോകാം. അതാ നമ്മുടെ ട്രെയിൻ എന്താ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിൻ, പോകാനുള്ള ട്രെയിൻ. അപ്പൊ അങ്ങനെ ഞങ്ങളും ട്രെയിനിൽ കയറിയിട്ടോ. ചെറിയൊരു ട്രെയിനാണ്. ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എലിഫന്റ് കേവ്സ് കണ്ടിട്ട് തിരിച്ചു വന്നവരാണ്. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് കയറി പോകണം. നമുക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പല സ്ഥലത്തായിട്ടാണ് ഇരിക്കുന്നത്. പല സ്ഥലത്ത് സീറ്റ് കിട്ടിയത്. നല്ല റഷായിരുന്നു. ഒരു കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ട്രെയിനിൽ പോകാനുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങി പിന്നെ നടന്നു പോകേണ്ട വഴിയാണ്. ഇറങ്ങി നടക്കണം കേട്ടോ. ഇവിടെ കുറേ ചെറിയ കടകളുണ്ട്. സൈഡിലായിട്ട് ഒരുപാട് കടകൾ, തൊപ്പിയും കൂളിംഗ് ഗ്ലാസും, പിന്നെ തിന്നാനുള്ളത്, പിന്നെ മാല, വള, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഒത്തിരി കടകളുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു കുറച്ച് ഏരിയ നടന്നു പോകാനുണ്ട്. അത് ഇങ്ങനെ ഒരു കുന്നിന്റെ മുകളിൽ എന്ന് പറയാം. അതേമാതിരി സ്റ്റെപ്പുകൾ കയറി നമുക്ക് പോകണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഐറ്റംസുകൾ വാങ്ങിക്കാനോ ജ്യൂസോ ഫുഡോ എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരുപാട് ഏരിയ നമുക്ക് കയറി നടന്നു പോകേണ്ടതുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വഴിയൊക്കെ നടന്നപ്പോഴേക്കും നമ്മൾ ടയേർഡായി. എന്നാലും അവിടെയൊക്കെ നിന്ന് കിതച്ച് കിതപ്പ് മാറ്റി അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ഭക്ഷണം, ഇവിടെ കരിമ്പ് ജ്യൂസ്, പല ഐറ്റംസ്, പിള്ളേർക്കുള്ള ചിപ്സ്. ഒത്തിരി ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇറങ്ങി കാണാനൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്സാ. ബാഗുകൾ, കീ ചെയിൻ, വള, മാല, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുമ്പോഴും നമുക്ക് ഇങ്ങനത്തെയൊക്കെ കാണാം കേട്ടോ. ഒരുപാട് ഇവിടെയൊക്കെ ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. കുരങ്ങന്മാരിരിക്കണം. ഡെമോ തൊട്ടടുത്ത് തന്നെ കുരങ്ങന്മാർ.
ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് കയറി കയറി ഞാനൊക്കെ മടുത്തു കിതച്ചു എന്ന് പറയാം. രണ്ട് സൈഡിലും കുറെ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്, പാറക്കല്ല് പോലത്തെ. ഇതൊക്കെ പാറക്കല്ല് പോലെ തോന്നുമെങ്കിലും പാറക്കല്ലൊന്നും അല്ല കേട്ടോ, അതൊക്കെ ഒരേ ഹാൻഡിക്രാഫ്റ്റുകളാണ് അവരുടെ. പിന്നെ ഇതൊക്കെ ബാഗിന്റെ കട, പിന്നെ ഇഷ്ടം പോലെ ഐറ്റംസുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ കച്ചവടം നടത്തുന്ന ഒരുപാട് ടീംസ് ഉണ്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഇങ്ങനെ ഹൈറ്റിലേക്കാണ് നമ്മളിങ്ങനെ കയറി കയറി പോണത്. അപ്പം അതുകൊണ്ട് നടന്ന് ഇങ്ങനെ കിതക്കുകയാണ്. സ്റ്റെപ്സ് കയറി കയറി കണ്ടോ അങ്ങനെ. മാർബിൾ ഹാൻഡിക്രാഫ്റ്റ്. പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിറച്ച് കണ്ടോ കല്ലുകൾ ഇങ്ങനെ വെച്ചേക്കണേ. ഈ ഒരു ഏരിയ ഫുൾ ബാഗ്. ഇതിങ്ങനെ തീരുന്നില്ല, ഇഷ്ടം പോലെ ഏരിയ. കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്ന വഴിയിലെല്ലാം അവരിങ്ങനെ രണ്ട് സൈഡിലും കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് മുകളിൽ ടാർപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കധികം വെയിലൊന്നും അടിക്കില്ല കേട്ടോ നടക്കുമ്പോൾ. വഴി തീരണില്ല, നടന്ന് മടുത്തു. ഇഷ്ടം പോലെ ഏരിയ അങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ കയറി മടുത്തു. ലോങ് വേ ആണ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടക്കാൻ. അതങ്ങനെ മുകളിലേക്ക്. ഞങ്ങളീ പോകുന്ന വഴി ചെറിയൊരു ഇടുങ്ങിയ വഴിയാണെങ്കിലും രണ്ട് സൈഡിലും ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നവർ അവരവരുടെ ഐറ്റംസുകളെല്ലാം കച്ചവടത്തിനായിട്ടുള്ള സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ വാങ്ങിക്കാൻ തോന്നും, ആ രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെ ഞങ്ങൾ കയറി മുകളിലെത്തി. ശരിക്കും പറഞ്ഞാൽ മടുത്തു. നല്ല പ്രായമുള്ളവരും വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ. കാരണം കുറേ സ്റ്റെപ്സ് നമുക്ക് കയറി വരാനുണ്ട് കുത്തനെ. എൻ്റെ അമ്മോ. അപ്പം അങ്ങനെ എല്ലാവരും മടുത്ത് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യണം. എവിടെയുണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ? ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇനി ഇവിടെ നിന്ന് അടുത്ത ടിക്കറ്റ്. ഞങ്ങൾക്ക് ഈ എലഫൻ്റ് കേവ്സ് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ഇത് മുംബൈ ടൂറിസത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് ഈ എലഫൻ്റ് കേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് എന്തായാലും ഇവിടേക്ക് വരാമെന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ എലഫൻ്റ് കേവ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും പോകാനില്ലേ? ആണോ? ഓ എൻ്റെ ദൈവമേ, മടുത്തു. സ്റ്റെപ്പ് കയറി വന്നേപ്പിക്കും. ശിശ ടീച്ചറെ നടക്ക്, മടുത്തില്ലേ? വാ ഈ എവിടുന്ന്? മുംബൈ തുറമുഖത്തിന് സമീപം അറബിക്കടലിലുള്ള ഒരു ദ്വീപിലെ ഗുഹാക്ഷേത്രം കേട്ടോ ഈ എലഫൻ്റ് കേവ്സ് എന്ന് പറയുന്നത്. ഭയങ്കര വെയിലാട്ടോ, അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും കാണുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. സൂപ്പർ വെയിലവിടെ. UP ചെന്ന് നേരെ തിരിച്ചും. എന്തായാലും നല്ല റഷാണ്. ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കാം നല്ല റഷാണ്. ഞങ്ങളങ്ങനെ കേവ്സിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് എലഫൻ്റ് കേവ്സിൻ്റെ മെയിൻ കേവ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ശിവൻ്റെ പലതരത്തിലുള്ള ശില്പങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ശിവൻ പാർവതിയായിട്ടുള്ള വിവാഹം, അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ ഇവർ ഈ പാറക്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് വലിയൊരു പാറയിൽ കൊത്തി എടുത്തിരിക്കുന്ന ശില്പങ്ങളാണ്. പിന്നെ ഇതിനകത്ത് തൂണ് കാര്യങ്ങളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വലിയ നല്ല വീതിയിലുള്ള വലിയ തൂണുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ട് നടക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട്. ഹിന്ദു ബുദ്ധമതത്തിൻ്റെ ആ രീതിയിലത്തെ ശില്പങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ തീർത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ വീഡിയോസ് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവർ നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഫോട്ടോസൊക്കെ ഞങ്ങളിവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് അവരും കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നടരാജൻ്റെ മൂർത്തി, പിന്നെ കല്യാണ സുന്ദര ശിവൻ, അർദ്ധനാരീശ്വര പ്രതിമ, അങ്ങനെ കൈലാസം ഉയർത്തുന്ന രാവണൻ, അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ അവർ ഈ കല്ലുകളിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ ഒത്തിരി രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പല അറകളായിട്ടാണ്, പല ഗുഹകളായിട്ടാണ്. പിന്നെ ഒരു എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ അമ്പലത്തിൻ്റേതായ രീതിയിലൊക്കെയാണ് ഒരു ഉള്ളിലൊക്കെ പണിതിരിക്കുന്നതൊക്കെ. അപ്പോൾ കണ്ട് നടക്കാനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ
നല്ല കുറേ ഒരു ഏരിയ ഉണ്ട്. ഒരുപാട് കാലപ്പഴക്കമുള്ള കേവ്സും കൂടി കേട്ടോ ഈ എലഫൻ്റ കേവ്സ്. അപ്പോൾ ഇതിനകത്ത് തന്നെ അവർ ചിലർ 7 ഉണ്ടെന്ന് പറയുന്നു, ചിലർ 9 ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി കേവ്സുകളുണ്ട് ഇവിടെ പല ഭാഗത്തായിട്ട്. പറ്റുന്ന ഏരിയകളൊക്കെ ഞങ്ങൾ നടന്ന് കണ്ട് അതൊക്കെ കവർ ചെയ്തു. പിന്നെ കാലൊക്കെ വയ്യാണ്ടായി ഇപ്പോൾ എല്ലാവരും കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശ്രമിച്ച് അവിടുന്ന് വീണ്ടും എണീറ്റ് ഞങ്ങൾ നടക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എലഫൻ്റ കേവ്സ് ഒക്കെ കണ്ട് തിരിച്ച് പോകണം കേട്ടോ. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇനി ഒത്തിരി ലേറ്റ് ആവും, നമ്മുടെ പ്ലാനുകളെല്ലാം കൊള്ളാവും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് പോകണം. നമ്മളിപ്പോൾ കണ്ടുപോകുന്നത് മെയിൻ കേവ് കേട്ടോ, ഫസ്റ്റ് കേവ്, മെയിൻ കേവ്. അതേപോലെ തന്നെ വേറെ ഇനിയും ഒത്തിരി കേവുകളുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ തന്നെ ഒരു 5 എണ്ണം ഉണ്ട് കേട്ടോ, 5 കേവ്സ് ഉണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ കേവാണ്. പിന്നെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയത് അവിടെ 3ാമത്തെ കേവ് ആണ്. അങ്ങനെ 5 എണ്ണം ഉണ്ട്. $1500 വർഷങ്ങൾക്ക് മുൻപ് പിന്നെ ഒരു ഒറ്റ പാറയമേന്ന് കല്ലിങ്ങനെ കൊത്തി ഉണ്ടാക്കിയതാണെന്നാണ് പറയണേ. ഇതൊക്കെ കുരങ്ങന്മാരോടി വരുന്നത്. പക്ഷെ അത് പോർച്ചുഗീസ് പീപ്പിളൊക്കെ വന്ന് നശിപ്പിച്ച് കളഞ്ഞാണ് ഇപ്പോൾ ഇങ്ങനെയായത്. അല്ലെങ്കിൽ ശിവൻ്റെയൊക്കെ സ്റ്റാച്യു ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കല്ലിൽ കുത്തിയിട്ടുള്ള ആ ഒരു സ്റ്റാച്യു ഒക്കെ കാണാൻ നല്ലതായിരുന്നു. പക്ഷേ അതൊക്കെ അവർ നശിപ്പിച്ച് ഇപ്പോൾ അതൊന്നും മനസ്സിലാകാത്ത രീതിയിലാക്കി. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഫോറിനേഴ്സ് അവിടെ എത്തിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അവരും ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞു അവരും ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എലഫൻ്റ കേവ്സിലേക്കുള്ള യാത്ര ഒരുവിധമായി. അപ്പോൾ നമ്മളങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് ഇനി തിരിച്ചു പോകണം. ഇനി എന്താണ് അവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്നറിയില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനിയും നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.